ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ബിബിൻ മറ്റത്തിൽ, CST. ഞാൻ ചെറുപുഷ്പ സഭാംഗമാണ്. ഗോരഖ്പൂർ നേപ്പാൾ പ്രൊവിൻസിന് വേണ്ടി ഏകദേശം 3.5 വർഷമായി ഞാനിവിടെ വർക്ക് ചെയ്യുന്നു. ഗോരഖ്പൂർ നേപ്പാൾ മിഷൻ എന്ന് പറയുന്നത് ഏറ്റവും കാഠിന്യമേറിയതും അതേപോലെ തന്നെ മിഷൻ പോസിബിലിറ്റിയുമുള്ള ഒരു മിഷനാണ് ഗോരഖ്പൂർ നേപ്പാൾ മിഷൻ. ഏകദേശം 8 അച്ഛന്മാരാണ് നേപ്പാളിൽ വർക്ക് ചെയ്യുന്നത്. അവരുടെ കൂടെ തന്നെ ഒരംഗമായിട്ട് അവിടുത്തെ ഇടവകയിലും ചിറ്റവനിലുള്ള ലിറ്റിൽ ഫ്ലവർ ചർച്ചിലും, അതായത് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയും സോഷ്യൽ മിനിസ്ട്രിയിലുമാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിലും സോഷ്യൽ മിനിസ്ട്രിയിലും അച്ഛന്മാർ പ്രത്യേകമായിട്ടുള്ള ഏരിയാസിൽ വർക്ക് ചെയ്യുന്നു. എഡ്യൂക്കേഷൻ മിനിസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും സ്കൂളുകളുണ്ട്, അതേപോലെ ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഏരിയാസ് ഉണ്ട്. സോഷ്യൽ മിനിസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഹെൽത്ത് മിനിസ്ട്രീസ് ഉണ്ട്, അതേപോലെ സോഷ്യൽ റീച്ച് ഔട്ട് പ്രോഗ്രാംസ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മിഷനാണ്, നിങ്ങൾ മിക്കവാറും ശാലോം TV തന്നെ കണ്ടു കാണും. കൊറോണ സമയത്ത് ഈ ഏറ്റവും മലകളിലുള്ള അങ്ങ് മാറി മലകളിൽ താമസിക്കുന്ന, കൊറോണ സമയത്ത് മലകളിൽ താമസിക്കുന്ന ഇവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ രാഗത്ത്, അതായത് രാഗത്ത് എന്ന് പറയുന്ന നേപ്പാളി വാക്കാണ്. രാഗത്ത് എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ള അരിയും പച്ചക്കറിയും സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ കൊറോണ സമയത്ത് ഇവരുടെ വീടുകളിൽ പോവുകയും ഇവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഈ രാഹത്ത് വിതരണത്തിനായിട്ട് ഞങ്ങൾ പ്രധാനമായിട്ടും പോകുന്നത് ചെപ്പാങ് ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന സ്ഥലത്താണ്. ഈ ചെപ്പാങ് ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്നത് ഏറ്റവും മലയുടെ മുകളിലാണ്. ഇവരെ പറ്റി പറയുമ്പോൾ ഏറ്റവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എന്ന് തന്നെ പറയാം. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്തത്ര ദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കുന്ന ഗോത്രവർഗ്ഗക്കാരാണ് ഇവർ പ്രധാനമായിട്ടും ചിത്തവൻ എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും മലകളിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഇവരെ കാണാനും ഇവരുടെ ജീവിതത്തിൽ പങ്കാളികളാകാനൊക്കെ ആയിട്ടും, പിന്നെ ഇവർക്ക് രാഗത്ത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ സാമഗ്രികൾ ഇതൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവരുടെ വീടുകളിലൊക്കെ കയറി ചെന്നു. അപ്പം ഇവരുടെ ഒരു ഭക്ഷണ രീതി എന്ന് പറയുന്നത് ചോളം, നമുക്കറിയാം ചോളം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ചോളം പൊടിച്ചിട്ടുള്ള ഭക്ഷണമൊക്കെയാണ് കഴിക്കുന്നത് ഇവർ. അപ്പം അരിയാഹാരം എന്ന് പറയുന്നത് ഇവർക്കൊരു ലക്ഷറിയാണ്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരിയേറെ എന്നാ പറയുന്നത് കാത്തിരിക്കുന്ന ഈ ആൾക്കാരെയാണ് നമ്മൾ ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇവർക്ക് അരി സാധനങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ താമസിക്കാം. അപ്പോൾ എത്ര ദിവസം വേണം നമുക്ക് ഇവരുടെ കൂടെ താമസിക്കാം, ഇവരുടെ വീട്ടിൽ താമസിക്കാം. കാരണം അത്രമാത്രം വെൽക്കമിങ് ആണ് ഇവരുടെ ഒരു എന്നാ പറയുന്നത്, നമ്മളൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അത്രമാത്രം സ്നേഹത്തോടു കൂടിയിട്ടാണ് അവർ നമ്മളെ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ കൂടെ താമസിക്കുമ്പോഴേക്കും മനസ്സിലാകും എത്രമാത്രം ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരാണ് ഈ ചെപ്പാങ് ഗോത്രവർഗ്ഗക്കാരെന്ന്. പ്രത്യേകിച്ച് പിള്ളേർ സ്കൂളിലേക്ക് എല്ലാം റെഗുലറായിട്ട് പോകുന്നവരല്ല. ഒരു കണക്കൊക്കെ പറയുന്നത് ഏകദേശം ഒരു 500 പിള്ളേരെ സ്കൂളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സ്ഥിരമായിട്ട് സ്കൂളുകളിൽ പോകുന്നത് 100-200 ആൾക്കാർ പിള്ളേരെ പോകുന്നുള്ളൂ. അപ്പോൾ അത്രമാത്രം ഹെവി ഡ്രോപ്പ് ഔട്ട്സ്, അതായത് സ്കൂളിൽ പേര് എഴുതി ചേർക്കപ്പെടും, പക്ഷേ സ്ഥിരമായിട്ട് സ്കൂളിൽ പോകുന്ന പിള്ളേർ കുറവാണ്. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ താമസിച്ചും ഇവരുടെ വീടുകളിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവരുടെ കൂടെ ഉണ്ടും ഉറങ്ങിയൊക്കെ നടക്കുമ്പോഴത്തേക്കും മനസ്സിലാകും എത്രമാത്രം ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്, ഭക്ഷണത്തിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നവരാണ് ഇവരൊക്കെ. ഇപ്പോൾ പിള്ളേർ എന്തുകൊണ്ട് സ്കൂളിൽ പോകുന്നില്ല എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കും. സ്കൂളിൽ പോകുന്ന ഈ സമയത്താണ് ഇവർ ഭക്ഷണം തപ്പിയിട്ട് ഈ ഫോറസ്റ്റിലേക്കും കാടുകളിലേക്കൊക്കെ പോകുന്നത്. കാടുകളിൽ പോയിട്ട് ഇവർ പ്രധാനമായിട്ടും കഴിക്കുന്നത് കാച്ചിലൊക്കെയാണ്. ഇപ്പോൾ കാച്ചിൽ, ചേമ്പ്, അതേപോലെ പലതരത്തിലുള്ള കാട്ടിലെ കനികൾ, ഇവയൊക്കെയാണ് ഇവർ തേടി പോകുന്നത്. ഇപ്പോൾ ഇവരുടെ കൂടെ ഞങ്ങൾ ഇവരുടെ കൂടെ പോകും, കാട്ടിലേക്കൊക്കെ പോകും. എന്നിട്ട് ഇവരുടെ പ്രധാനമായിട്ട് ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ പുഴകളിൽ കാണുന്ന ചെറിയ മീനുകൾ, ഞണ്ടുകളൊക്കെ. അപ്പോൾ രാവിലെ ഇവരുടെ കൂടെ പോയാൽ ഈ ഞണ്ടിനെയൊക്കെ പിടിച്ച് അവർ നമുക്ക് ഭക്ഷണമൊക്കെ ആയിട്ട് കറിയൊക്കെ വെച്ച് തരും. അവരുടെ ഒരു ലക്ഷറിയാണ് ഈ പറയുന്ന നല്ലൊരു ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അവരുടെ ലക്ഷറിയാണ്. അപ്പോൾ ഇവരുടെ കൂടെ താമസിച്ചും ഇവരുടെ കൂടെ ജീവിച്ചും തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഇവരുടെ ഈ ശൈലിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഈ മല കയറുക, ഇവരുടെ കൂടെ താമസിക്കുക, വേറെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, വില്ലേജസ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു പ്രധാനമായിട്ടുള്ള ഒരു പാഷൻ എൻ്റെ ഉള്ളിൽ തോന്നിയത്. അങ്ങനെ പതുക്കെ ഈ ഒരു ആഗ്രഹം ഉള്ളിൽ ഉണ്ടാവുകയും പിന്നെ പതുക്കെ ഞാൻ വായിച്ചും
ബാക്കിയുള്ളവരൊന്ന് കേട്ടിട്ടൊക്കെ ഉള്ളൊരു സംഗതിയാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിംഗ്. അപ്പോൾ ഇവരുടെ ഈ അവസ്ഥയൊക്കെ ലോകത്തെ അറിയിക്കണം. പ്രത്യേകിച്ച് നമ്മൾ എന്തോരം ഭക്ഷണമാണ് വേസ്റ്റാക്കുന്നത് ഓരോ ദിവസവും. നമുക്കറിയാം, ഒരു ആവറേജ് ഒരു വ്യക്തി കഴിക്കാവുന്നത് കൂടുതൽ വേസ്റ്റാക്കുന്നുണ്ട് നമ്മുടെ ഭക്ഷണം. കാരണം നമ്മുടെ പ്രിഫറൻസസ് ഒക്കെ നോക്കി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ഒത്തിരിയേറെ വേസ്റ്റേജ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അവയർനെസ് ഉണ്ടാക്കുക. അതേപോലെ ലോകത്തിൻ്റെ മുമ്പിൽ ഈ വിദ്യാഭ്യാസത്തെ പറ്റി ഇവരുടെ ഈ അവസ്ഥയെപ്പറ്റി ലോകത്തിന് മുമ്പിലൊന്ന് പറയണം. അപ്പോൾ അങ്ങനൊരു പ്ലാറ്റ്ഫോമാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്ക്. ഒത്തിരിയേറെ ബുദ്ധിമുട്ടുള്ള യാത്രയാണ്. പക്ഷേ ഈ ചെപ്പാങ് വില്ലേജിൽ താമസിച്ചും ഇവരുടെ കൂടെ ജീവിച്ചുമൊക്കെ കിട്ടിയേക്കുന്ന എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഈ ട്രക്കിംഗ് എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എന്നെനിക്ക് തന്നെ തോന്നി. കാരണം ശീലമായി, ഇവരുടെ കൂടെ ജീവിച്ചിട്ടുള്ള ശീലമായി. അപ്പം വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എന്ന് തന്നെ എനിക്ക് തോന്നി. അങ്ങനെയാണ് പതുക്കെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. നേപ്പാളിലെ സോഷ്യൽ മിനിസ്ട്രീസ് ഏറ്റവും ആക്റ്റീവായിരിക്കുന്ന സമയത്താണ്. സോഷ്യൽ വർക്കിൽ തന്നെ നല്ല പ്രാവീണ്യമുള്ള നേപ്പാളിലെ സോഷ്യൽ മിനിസ്ട്രി സഹായിക്കാൻ ഒക്കെ ആയിട്ട് ആൻഡോ തോമസ് എന്ന് പറയുന്ന സാറ് നേപ്പാളിലേക്ക് വരുന്നത്. സാറ് സോഷ്യൽ മിനിസ്ട്രിയിൽ നല്ല എക്സ്പേർട്ടാണ്. ഡോൺ ബോസ്കോ അച്ഛന്മാരുടെ കൂടെ ബോംബെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാറാണ്. അപ്പോൾ സാറും നേപ്പാളിലേക്ക് വന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പിന്നെ വില്ലേജിലേക്കുള്ള യാത്രയും വില്ലേജിലുള്ള സ്റ്റേയും സോഷ്യൽ മിനിസ്ട്രീസൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായി. അങ്ങനെ ഒരു മാസത്തോളം ഞങ്ങൾ ഒരുമിച്ച് ഈ ചെപ്പാങ് വില്ലേജിൽ യാത്രയും 3-4 മണിക്കൂറും ട്രക്ക് ചെയ്തിട്ടാണ് ഓരോ വില്ലേജിലൊക്കെ പോകുന്നത്. ഞങ്ങൾ തന്നെ ഒരുമിച്ച് യാത്രകൾ ആരംഭിച്ചു. അപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ഞങ്ങൾ ഈ യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഈ ജീവിതാവസ്ഥയും നേപ്പാളിലെ എഡ്യൂക്കേഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അതേപോലെ ഫുഡ് ഷോർട്ടേജൊക്കെ എങ്ങനെ നമുക്ക് ലോകത്തിന് മുമ്പിൽ കാണിക്കാം, എപ്രകാരമാണ് ഇവർ ജീവിക്കുന്നത്, ഇവരുടെ വിദ്യാഭ്യാസം എത്രത്തോളം താഴെയാണ് കിടക്കുന്നത്, എങ്ങനെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു ചർച്ചകളൊക്കെ ഞങ്ങൾ പതുക്കെ നടത്തി തുടങ്ങി. അങ്ങനെയാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്ക് നമുക്ക് ഒരുമിച്ച് നടത്താം, അതായത് ഒരു 3 കോഴ്സിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് നടത്താം എന്നുള്ളൊരു ആശയം മുമ്പോട്ട് വെച്ചത്. ഞങ്ങൾ രണ്ടും കൂടെ നടത്തിയ ചില ഡിസ്കഷൻസിലൂടെയാണ് അങ്ങനെ ഒരു ആശയം ഉരുത്തിരിഞ്ഞ് വരുന്നത്. അങ്ങനെ ഒരു ഏപ്രിൽ മാസത്തോട് കൂടിയിട്ട് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആ സമയത്താണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിംഗ് ആരംഭിക്കുന്നത്. കൂടിയിട്ട് നമുക്ക് യാത്ര ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും പിന്നീട് അതിനുള്ള പ്ലാനിങ്ങിലൊക്കെ ഞങ്ങൾ നടത്താൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഏകദേശം ഞങ്ങൾ അതേപോലെ വെബ് സെർച്ച് ചെയ്ത് നെറ്റൊക്കെ സെർച്ച് ചെയ്ത് ഓരോ സ്ഥലങ്ങൾ പോകേണ്ട, എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടതെന്നൊക്കെ ഞങ്ങൾ പതുക്കെ അതിൻ്റെ റിസർച്ചുകൾ ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ ഫൈനലായിട്ട് തന്നെ ഒരു തീം, ഓക്കെ ലെറ്റസ് ഗോ വിത്ത് എ തീം, നമുക്ക് ഒരുമിച്ചൊരു തീമിന് വേണ്ടിയിട്ട് നിലനിൽക്കാം, അങ്ങനെ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് യാത്ര ചെയ്യാം എന്നൊരു തീരുമാനത്തിലെത്തി. കാരണം അത് തീമാണ് സീറോ ഫുഡ് വേസ്റ്റേജ്, എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ഇൻ നേപ്പാൾ, ദെൻ പ്രൊമോഷൻ ഓഫ് റോസറി. ഇങ്ങനെ ഒരു 3 മുഖ്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ആ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തുകയും ഏപ്രിൽ മാസം 6-ാം തീയതി യാത്ര ആരംഭിക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു. പതിനഞ്ച് ദിവസം എടുക്കും ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിംഗ്. നേപ്പാൾ നിങ്ങൾക്കറിയാവുന്നതാണ്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഇവരുടെ നേപ്പാളിലെ ട്രക്കിംഗ് ലൊക്കേഷൻസാണ്. ഇതിനു മുമ്പ് പല ട്രക്കിംഗ് ലൊക്കേഷൻസിന് ഞങ്ങൾ പോയിട്ടുണ്ട്. അന്നപൂർണ ബേസ് ക്യാമ്പ്, ഗൊസൈകുണ്ട, തിൽച്ചോ ലേക്ക്, ഇതെല്ലാം 3000, 4000, 5000 മീറ്റർ എബോവ് നിൽക്കുന്ന, അതായത് സീ ലെവലിന് 4000, 3000, 5000 എബോവ് നിൽക്കുന്ന ട്രക്കിംഗ് ലൊക്കേഷൻസാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം ആ എക്സ്പീരിയൻസും നമ്മുടെ മുതൽക്കൂട്ടായിട്ടുണ്ട്. അപ്പം ഭാഷയുടെ പ്രശ്നമില്ല, കാരണം നേപ്പാളി സംസാരിക്കാൻ അറിയാം. അപ്പോൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഈ ദീർഘമാണ്, ഏകദേശം ഒരു 15 ദിവസം എടുക്കുമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നി. കാരണം അത്രമാത്രം ഫിസിക്കലി എക്സേർട്ട് ചെയ്യേണ്ട സമയമാണ് ട്രക്കിംഗ് ചെയ്തവർക്ക് അറിയാം. പിന്നെ വെതർ എന്ന് പറയുന്നത് -6 വരെ പോകുന്ന, അതായത് -6 വരെ പോകുന്ന വെതർ കണ്ടീഷൻസാണ് ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിൽ ഉള്ളത്. അതേപോലെ ക്ലൈമ്പിങ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഒരു കോഴ്സിന് വേണ്ടി നമ്മളെ തന്നെ ഫിസിക്കലായിട്ട് എക്സേർട്ട് ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങളങ്ങനെ എത്തിച്ചേരുകയും അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ മലകയറ്റങ്ങളൊക്കെ ഞങ്ങൾ നടത്തി. അപ്പോൾ മലയൊക്കെ കയറാൻ പോകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൊന്തയൊക്കെ ചെല്ലിയിട്ടാണ് പോകുന്നത്.
അപ്പം എല്ലാം ഒത്തു വന്നു. അങ്ങനെ ഏപ്രിൽ മാസം 6-ാം തീയതി ഞങ്ങൾ ട്രക്കിംഗ് ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തു. സൂർക്കെ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ട്രക്കിംഗ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ വരെ എത്തിച്ചേരാൻ 12 മണിക്കൂർ നമ്മൾ ഓഫ് റോഡ് ഡ്രൈവ് ചെയ്തിട്ട് വേണം ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ തന്നെ ആശ്രമത്തിലൊരു ഓഫ് റോഡ് വണ്ടിയുണ്ട്. അപ്പം ആ വണ്ടിക്കകത്ത് അത്യാവശ്യം ട്രക്കിംഗ് സാധനങ്ങളും പിന്നെ ചെറിയൊരു ട്രക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന ഒരു കമ്പൊക്കെ ഉണ്ട്. അങ്ങനത്തെ 2 കമ്പും ഒക്കെ ഞങ്ങൾ നേരത്തെ മേടിച്ച് ഒരു 12 മണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ സൂർക്കയിലേക്ക് എത്തുകയാണ്. നേപ്പാളിലെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട ആൻഡോ തോമസ് സാറാണ്. സാറും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറും ഞാനും സോഷ്യൽ വർക്ക് സെക്ടറി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാനിപ്പോൾ നേപ്പാളിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് ഇപ്പം നാട്ടിലുണ്ട്. സോഷ്യൽ വർക്കിൽ തന്നെ ഡോക്ടറേറ്റ് എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ സാറിനെ ഒന്ന് വിളിക്കാം. ഞങ്ങളുടെ നേപ്പാൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിനെ പറ്റി സാറും കൂടെ എന്താണ് പറയുന്നത് നമുക്കൊന്ന് ശ്രമിക്കാം. അപ്പോൾ സാർ ഓൺലൈനുണ്ട്. നമുക്ക് സാറിൻ്റെ അനുഭവ സാക്ഷ്യം കൂടി ഒന്ന് കേട്ട് ഞങ്ങളുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിനെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് ശ്രമിക്കാം. ഹലോ ബിബിനച്ച, ഈശോമിശിഹായ് സ്തുതിയായിരിക്കട്ടെ. സാറേ നമസ്കാരം, സുഖമായിരിക്കുന്നോ? അപ്പോൾ സാറിനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിനെ പറ്റിയുള്ള സാറിൻ്റെ അനുഭവം കൂടി ഒന്ന് പറയുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. അത് നമ്മുടെ നല്ല സൂപ്പർ എക്സ്പീരിയൻസ് അല്ലായിരുന്നോ? ശരി, പറയാം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ് ഞാനും ബിബിനച്ചനും കൂടെ ഏപ്രിൽ ഫസ്റ്റ് വീക്കിലാണ് ചെയ്തത്. ഞങ്ങൾ നാരായൺഗഡിൽ നിന്ന് ഏപ്രിൽ 2-ാം തീയതി രാവിലെ പുറപ്പെട്ടു. 1.5 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ താംദാദ വരെ എത്തി. അവിടുന്ന് സുർക്കയിൽ നിന്ന് ഞങ്ങൾ 75 കിലോമീറ്റർ ട്രക്ക് ചെയ്യാതാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയത്. അത് നല്ല ഡിമാൻഡിങ്ങും ഫിസിക്കലി ചലഞ്ചിങ്ങും എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെയുള്ള യാത്രയിൽ ആൾട്ടിറ്റ്യൂഡ് സിക്നസ്, സ്റ്റൊമക്ക് അപ്സെറ്റ്, പിന്നെ കാലൊക്കെ കല്ല് തട്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് ഈ 75 കിലോമീറ്റർ ട്രക്ക് ചെയ്ത വഴിയിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതെ ദൈവത്തിൻ്റെ രക്ഷാകരം ഞങ്ങളുടെ മുകളിൽ എപ്പോഴും ഉള്ളതുപോലത്തെ ഒരു ഫീലിംഗാണ് ഞങ്ങൾക്കുണ്ടായത്. സാധാരണ 7 ദിവസം എടുക്കുന്ന ഈ ട്രക്കിംഗ് ഞങ്ങൾ 3.5 ദിവസം കൊണ്ട് സുർക്കയിൽ നിന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ എത്തി. ഈ യാത്രയിൽ 2 ദിവസം നാംജെ ബജാറിലും ഗോരക്ഷീപ്പിലും എത്തിയപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം തങ്ങാൻ ഇടം കിട്ടിയില്ല. അവിടുത്തെ എല്ലാ ടീ ഹൗസും ഫുള്ളായിരുന്നു. പക്ഷേ അവിടുത്തെ ഷെർപ്പ കമ്മ്യൂണിറ്റി അവരുടെ വീടുകളിൽ ഞങ്ങളെ അക്കോമഡേറ്റ് ചെയ്തു. അവരുടെ ഭക്ഷണം ഞങ്ങൾക്ക് ഷെയർ ചെയ്തു. തണുക്കാതിരിക്കാനുള്ള വസ്ത്രം അവർ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ എവിടെയൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടായോ അവിടെയൊക്കെ കാവൽമാലാകെ പോലെ ഞങ്ങളെ രക്ഷിക്കാനും ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരാനും എവിടെ നോക്കിയ ആളുകൾ വന്ന് ഞങ്ങളുടെ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്ക് ഞങ്ങൾക്കൊരു ദൈവിക അനുഭവമാക്കി മാറ്റി. വഴിയിലുടനീളം ബിബിനച്ചൻ ജപമാല ചൊല്ലുകയും ഞാൻ അതിനുള്ള റെസ്പോൺസ് പറയുകയും ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥനാ നിർഭരമായിട്ടാണ് ഞങ്ങളുടെ ഈ മുഴുവൻ യാത്ര ഞങ്ങൾ നടത്തിയത്. 20-25 വർഷമായിട്ട് ഞാൻ ഈ സോഷ്യൽ വർക്ക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. പക്ഷേ ഇതെൻ്റെ ഏറ്റവും വലിയ ഒരു അനുഭവമായി മാറി ഈ എവറസ്റ്റ് ബേസ് ട്രക്കിംഗ്. ബിബിനച്ചനുമായിട്ട് 2017 മുതൽ തുടങ്ങിയ ബന്ധമാണ്. അതാണ് ഇപ്പോൾ അവസാനം ഈ ഒരിക്കലും മറക്കാത്ത ഒരു ദൈവിക അനുഭവമായിട്ട്
എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നത്. വിപിനച്ച, താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം. നമുക്കൊന്നിച്ച് വീണ്ടും ഇങ്ങനെയുള്ള യാത്രകൾ വീണ്ടും നടത്താം. അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാ സാറേ, കേട്ട ഒത്തിരി സന്തോഷം കേട്ടോ. നമ്മുടെ പഴയ നമ്മുടെ ഓർമ്മയൊക്കെ ഒന്ന് പുതുക്കുമായിരുന്നു. അപ്പോൾ വീണ്ടും കാണാം സാറേ. എന്നാ ഓക്കെ, കേട്ട സന്തോഷം. ശരി, താങ്ക് യു. ഞങ്ങളുടെ ബാഗിൻ്റെ പുറത്ത് ഈ അതായത് വി ആർ ട്രക്കിംഗ് ഫോർ എ കോസ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ട്രക്കിങ്ങിൻ്റെ ബാഗിൻ്റെ പുറത്ത് ഞങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ എത്തുന്നത് വരെ ഈ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെയാണ് യാത്ര ചെയ്യുന്നതെങ്കിലും ത്രൂ ഔട്ട് ദ ജേർണി ഞങ്ങളുടെ വഴിക്ക് ഇടയ്ക്ക് വെച്ച് കുറേ പേരെയൊക്കെ വഴിയൊക്കെ ചോദിക്കുന്ന ഇടയ്ക്ക് തന്നെ അവർ തന്നെ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടാണ് ഉള്ളത്. അങ്ങനെ അവിടെ എത്തുന്നത് വരെ ഏകദേശം ഒരു 4-5 തവണ യാത്ര ചെയ്ത ആൾക്കാരെ പോലെയാണ് ഞങ്ങൾ ഈ സൂർക്കിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു ഗൈഡൻസും അതേപോലെ പ്രൊട്ടക്ഷനും ഞങ്ങൾക്ക് ത്രൂ ഔട്ട് ദ ജേർണിയിലുണ്ടായിരുന്നു. സൂർക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ടേണിംഗ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് വണ്ടികൾ കയറിപ്പോവില്ലെന്ന് അറിയത്തില്ല. അപ്പോൾ അവിടുത്തെ ഒരു വില്ലേജുകാരൻ പറഞ്ഞു ഞാനും വരാം, ഞങ്ങൾ അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്, സൂർക്കിലേക്ക് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ കയറി. എന്നിട്ട് ഈ ഒരു അത്യാവശ്യം പ്രായമുള്ളൊരു ചേട്ടനായിരുന്നു, നേപ്പാളിയാണ്. അപ്പം ഞങ്ങളെ അങ്ങനെ ഈ ഒരു ടേൺ എത്തിയപ്പോഴത്തേക്കും വണ്ടി ഏകദേശം താഴേക്ക് പോകുന്ന പോലെയായി. പക്ഷേ പെട്ടെന്ന് തന്നെ പുള്ളി ആ നാട്ടിലെ പരിചയമുള്ള കാരണം ആൾക്കാരിലൊക്കെ വിളിച്ചു കൂട്ടി ഞങ്ങളെ അവിടുന്ന് വണ്ടിയൊക്കെ കറക്റ്റായിട്ട് സൈഡൊക്കെ പറഞ്ഞു തന്ന് വീണ്ടും അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ആ പുള്ളി വണ്ടിക്കകത്തില്ലായിരുന്നെങ്കിൽ ശരിക്കും പെട്ടുപോയേനെ, യാത്ര മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥ വന്നേനെ. അപ്പോൾ ത്രൂ ഔട്ട് ദ ജേർണി, അതായത് സൂർക്ക് എത്തുന്നവരെ 12 മണിക്കൂറുണ്ടായിരുന്നു. ആ ത്രൂ ഔട്ട് ദ ജേർണിയിൽ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് ഈ പരിസ്ഥിതിയുടെ സംരക്ഷണവും ആ ഒരു പ്രൊട്ടക്ഷനും കരുതലും എപ്പോഴും ഞങ്ങൾ ത്രൂ ഔട്ട് ദ ജേർണി ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു. അപ്പം സൂർക്ക് എത്തുന്നതിന് മുമ്പ് വേറൊരു സ്പോട്ടുണ്ട്, ട്രക്കിംഗ് സ്പോട്ടുണ്ട്, താംഡാഡ എന്ന് പറയും. അപ്പോൾ താംഡാഡ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ മുമ്പോട്ടുള്ള വഴിയിൽ ഭയങ്കരമായിട്ട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് അവിടെ മൊത്തം ബ്ലോക്കായിട്ട് കിടക്കുക. അപ്പോൾ ഞങ്ങളോട് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു വണ്ടി ഇവിടെ വെച്ചാൽ മതി. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ വണ്ടി അവിടെ തന്നെ വെച്ച് സൈഡിലേക്ക് ആക്കി ട്രക്കിംഗ് സാധനമെല്ലാം എടുത്ത് ട്രക്കിംഗ് ഗിയേഴ്സും അതേപോലെ ട്രക്കിംഗ് ഷൂസും ട്രക്കിംഗ് സ്റ്റിക്കൊക്കെ ഉണ്ട്, പിന്നെ അതേപോലെ ബാക്ക് പാക്കൊക്കെ ഇട്ട് ഞങ്ങൾ പിന്നെ മുമ്പോട്ട് യാത്ര ആരംഭിച്ചു. അപ്പോൾ താംഡാഡയിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ യാത്ര ചെയ്യണം, 2-3 മണിക്കൂർ യാത്ര ചെയ്യണം സൂർക്കെ എന്ന് പറയുന്ന അടുത്ത ട്രക്കിംഗ് സ്പോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടി വെച്ചിട്ട് ഞങ്ങൾ താംഡാഡയിൽ നിന്ന് സൂർക്കയിലേക്ക് ട്രക്ക് ചെയ്ത് തുടങ്ങി. സൂർക്കെ എത്തിയപ്പോഴത്തേക്കും നല്ല ഇരുട്ടായി. അപ്പോൾ മൊബൈലിൻ്റെ ചെറിയ വെട്ടം വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കയറി ചെല്ലുന്നത് സാധാരണ ട്രക്കേഴ്സും താമസിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കോട്ടേജസ് ഉണ്ട്. ആ സൂർക്കയിൽ തന്നെ ഏകദേശം 8-10 കാണും. അപ്പം അവർക്ക് വേണ്ടിയിട്ട് അക്കോമഡേഷൻസ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ ചെന്ന് കയറിയത് ഒരു നല്ലൊരു നേപ്പാളി, ഒരു 60-70 വയസ്സുള്ളൊരു അമ്മച്ചി നടത്തുന്ന ഒരു ചെറിയ കോട്ടേഴ്സാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന് ചോദിച്ചു മുറിയുണ്ടോ. അപ്പോൾ ഇന്ത്യക്കാരാന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ചെറിയൊരു അവേർഷനുണ്ട്. അപ്പോൾ ഞാൻ നേപ്പാളി പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായി. എന്തിനു വേണ്ടിയിട്ട് വന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു ട്രക്കിങ്ങിന് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ പറയുന്ന സ്റ്റിക്കറൊക്കെ കണ്ടു, അതായത് ട്രക്കിംഗ് ഫോർ എ കോസ് എന്ന് പറഞ്ഞ സ്റ്റിക്കറൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു കൊന്തയൊക്കെ കെട്ടിയിട്ടുണ്ട്, കയ്യിലും കഴുത്തിലും കൊന്തയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ എന്ത് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ഇൻ നേപ്പാൾ, അതേപോലെ 0 ഫുഡ് വേസ്റ്റേജ്. അപ്പോൾ ഞങ്ങളുടെ ഈ പോകുന്നതിൻ്റെ ലക്ഷ്യവും അതേപോലെ ഈ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ റിലീജിയനിൽ ഏറ്റവും പ്രിയപ്പെട്ട ഇതാണ് ഞങ്ങളുടെ കൊന്ത, അതേപോലെ പരിസ്ഥിതി അമ്മ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയി തോന്നി. അപ്പോൾ സാധാരണ ട്രക്കേഴ്സിൻ്റെ അടുത്ത് നിന്ന് 400-500 ഒക്കെ അതായത് സാധാരണ ബാർഗൈൻ ചെയ്തവർ പൈസ മേടി, പ്രത്യേകിച്ച് ലേറ്റായിട്ടാണ് നമ്മളൊരു ഹൗസിലേക്ക് കയറുന്നെങ്കിൽ അവർ പറയുന്നതാണ് പൈസ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഈ പറയുന്ന ഞങ്ങളുടെ ലക്ഷ്യവും ഞങ്ങളുടെ ഉദ്ദേശശുദ്ധിയൊക്കെ മനസ്സിലാക്കിയ ശേഷം ആ അമ്മച്ചി ഞങ്ങൾക്ക് 100 രൂപ മേടിച്ചുള്ളൂ ആ മുറിക്ക്. അപ്പോൾ ഞങ്ങൾ അത്ഭുതമായിട്ട് തോന്നി. അപ്പം ഞങ്ങളവിടെ മുറിയിലേക്ക് കയറി എല്ലാം ഫ്രഷായി, പിന്നെ അവരോട് സംസാരിച്ചു. അപ്പം അവരുടെ മോനും പഠിക്കുന്നത് ഒരു കാഠ്മണ്ഡുവിലൊരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിക്കുന്നത്. പറഞ്ഞ് ഞങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റിയെ പറ്റി അറിയാം. അപ്പോൾ അവിടെ വെച്ച് ഒരു സൗഹൃദ സംഭാഷണം ഞങ്ങൾ ഏർപ്പെട്ടു. അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് അമ്മച്ചി ഞങ്ങളോട് പെരുമാറിയത്. പിന്നെ ഭക്ഷണത്തിനോട് പറഞ്ഞു ഭയങ്കര ഭക്ഷണം എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല. അപ്പം സാധാരണ ചൗച്ചൗ നൂഡിൽസൊക്കെ അല്ലേ സാധാരണ നേപ്പാളീസ് കഴിക്കുന്ന നൂഡിൽസൊക്കെ, അന്ന് ഞങ്ങൾക്ക് അമ്മച്ചി നല്ല വലിയൊരു കോപ്പയ്ക്കകത്ത് നൂഡിൽസൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾക്ക് നല്ലൊരു പൈസ ആവുന്നതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചത്.
പക്ഷേ ഏറ്റവും എന്നാ പറയുന്നത്, അന്ന് ഞങ്ങൾ ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചു, എന്താ പറയുക, നല്ലൊരു ക്ഷീണം അകറ്റി അവിടെ താമസിച്ചതിന് നെക്സ്റ്റ് ഡേ ഞങ്ങൾ പൈസ കൊടുക്കാണ്ട് ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാർ പറഞ്ഞു ആ പടം 200-300 രൂപ മേടിച്ചോളൂ. ഞാനിപ്പോൾ ഓർക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണെന്ന്, അതായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാർ പറയുന്നത്, അതായത് അത്ര കംഫർട്ടബിൾ ആയിരുന്നു ഞങ്ങളുമായിട്ട്. സാധാരണ ട്രക്കേഴ്സൊക്കെ വരുമ്പോഴത്തേക്കും ദേ വിൽ ബി റൂഡ്. സാധാരണ അവർ കുറേ ബാർഗെയിൻ ചെയ്യും, അവർ ഭയങ്കര ഡിമാൻഡിങ് ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ആ പെരുമാറ്റവും ഞങ്ങളുടെ ഈ പറയുന്ന ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇന്ന കോഴ്സിന് വേണ്ടിയിട്ടാണ് ട്രക്ക് ചെയ്യുന്നതെന്ന് പറയുന്നപ്പോഴത്തേക്കും ഷീ ബിക്കേം സോ കംഫർട്ടബിൾ. അവർ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പം എന്നാ സ്വന്തം മക്കളോട് എന്ന രീതിയിലാണ് ഞങ്ങളോട് അന്ന് പുള്ളിക്കാരി പെരുമാറിയത്. അപ്പം അന്ന് അവിടെ താമസിച്ച് നെക്സ്റ്റ് ഡേ ഞങ്ങൾ നാംജെ ബസാറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. നാംജെ ബസാർ ഏകദേശം ഒരു 7-8 മണിക്കൂർ എടുക്കും. അതായത് അത് ഭയങ്കര സ്റ്റീപ്പ് ക്ലൈമ്പാണ്. അതായത് നമ്മളിപ്പോൾ ചെന്ന് നിൽക്കുന്നത് 2500 മീറ്റർ ഹൈറ്റിലാണെങ്കിൽ നാംജെ ബസാർ 3500 മീറ്റർ. അത്രയും കറക്റ്റ് അല്ല ഞാൻ പറയാം, ഏകദേശം അപ്രോക്സിമേറ്റ്ലി അത്രയും ഹൈറ്റ് വ്യത്യാസമുണ്ട്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടോ, കാരണം ക്ലൈംബ് ചെയ്യുമ്പം സാധാരണ ട്രക്ക് ചെയ്ത് അറിയാം, ഓക്സിജൻ ഡെഫിഷ്യൻസി ഒരു പ്രശ്നമാണ്. നമ്മൾ ശ്വാസം മേപ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഓക്സിജൻ ലെവൽ കുറഞ്ഞു വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസൊക്കെ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. ഒരു ചെറിയ ടാബ്ലറ്റൊക്കെ കഴിക്കാം, അതായത് അക്യൂട്ട് മൗണ്ടൻ സിക്നെസ്സിൻ്റെ ഒരു ടാബ്ലറ്റൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് നാംജെ ബസാറിൽ നിന്ന് പിന്നെ അങ്ങോട്ട് ഓരോ ഹൈറ്റ് കൂടി വരും. അപ്പം സൂർക്കയിൽ നിന്ന് നാംജെ ബസാറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 7 മണിക്കൂർ ഞങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ 7 മണിക്കൂർ എസ്റ്റിമേറ്റ് ചെയ്ത് യാത്ര ചെയ്തപ്പോഴത്തേക്ക് മനസ്സിലായി 7 മണിക്കൂർ കൊണ്ട് എത്തുമല്ലെന്ന് മനസ്സിലായി. ഞങ്ങളൊരു 8 മണിക്കൂർ 9 മണിക്കൂർ എടുത്തു നാംജെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ വൈകുന്നേരം ഏകദേശം ഞങ്ങൾ നാംജെ ബസാർ എത്തിയപ്പോഴത്തേക്കും ഇരുട്ടിയായിരുന്നു. നാംജെ ബസാറിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത, ഏറ്റവും ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡിലുള്ളൊരു ടൗണാണ് നാംജെ ബസാർ. അവിടെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം, എന്നാലാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ബുക്കൊന്നും ചെയ്തില്ല. ഞങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാം, വേറെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ കൊന്തയൊക്കെ ചെല്ലി പതുക്കെ യാത്ര ആരംഭിച്ചു. നാംജെ ബസാർ എത്തിയപ്പോഴത്തേക്ക് ഓർക്കുന്നത് ഒരു 7-8 മണിയായി കാണും. ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഒരു ചെറിയ റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എത്തിയപ്പോഴത്തേക്ക് തോന്നിയ എന്നാൽ ഒരു ഹോട്ടലിൽ പോയി നോക്കാം. ഹോട്ടൽ പോയി ചോദിച്ചപ്പോഴത്തേക്ക് 3000-4000 രൂപയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പതുക്കെ മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് ഞങ്ങളൊരു വഴിയാത്രക്കാരനെ കണ്ടു. ചോദിച്ചപ്പോൾ പറഞ്ഞു ചെറിയ പൈസയ്ക്ക് അക്കോമഡേഷൻ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ ഈ പറയുന്ന അക്കോമഡേഷൻ തപ്പി പോയപ്പോഴത്തേക്കും ഒരു ചേട്ടൻ ഞങ്ങളുടെ മുമ്പോട്ട് വന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ തന്നെ സ്വന്തം വീട്ടിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ആ വ്യക്തിയുടെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, രാജൻ എന്ന് പറഞ്ഞാലാണ് വ്യക്തി. പുള്ളിയുടെ ജോലി എന്ന് പറയുന്നത് ഈ ട്രക്കേഴ്സ് വരുമ്പോഴത്തേക്കും ഈ ട്രക്കേഴ്സിൻ്റെ സാധനമൊക്കെ അവിടെ ഏറ്റവും കൂടുതലുള്ളത് കോവർ കഴുതകളാണ്. ഇപ്പോൾ ഈ അവിടേക്കുള്ള നാംജെ ബസാറിലേക്കുള്ള സാമഗ്രികളെല്ലാം ഈ കഴുതപ്പുറത്ത് വേണം കൊണ്ടുപോകാൻ. അപ്പോൾ അങ്ങനെ ഈ കഴുതേനെ കൊണ്ടുനടക്കുന്ന ഈ കോവർ കഴുതനെ കൊണ്ടുനടക്കുന്ന ആളാണ് ഈ രാജൻ എന്ന് പറയുന്ന വ്യക്തി. പുള്ളി പറഞ്ഞു എൻ്റെ വീട്ടിൽ താമസിക്കുക, പൈസയും തരണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അത്ഭുതമായി, കാരണം സാധാരണ ഒരു പുറത്തുനിന്നൊരു വ്യക്തി ഒരു പുതിയ ടൗണിലേക്ക് വരുമ്പോഴത്തേക്കും സാധാരണ സംഭവിക്കുന്നത് മാക്സിമം ആയിട്ട് അയാളുടെ നിന്ന് പൈസ മേടിക്കുക, ഇവൻ്റെ പോക്കറ്റിലുള്ള പൈസ എങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത് നോക്കുക. പക്ഷേ ദൈവത്തിൻ്റെ നല്ല കരുതൽ ഞങ്ങൾക്ക് അന്നും ഫീൽ ചെയ്തു. അന്ന് ഞങ്ങളെ പുള്ളി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ ചെറിയൊരു ചെറിയൊരു കൂടാരം പോലൊരു ചെറിയ വീട്. അതിനുണ്ട് പുള്ളിക്കുള്ളത് 2 മക്കൾ, ഒരു ചെറിയ കൊച്ചുമുണ്ട്, അത്യാവശ്യം പ്രായമുള്ളൊരു മോനുമുണ്ട്. പിന്നെ പുള്ളിയുടെ വൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഒരു മാതൃത്വത്തോട് കൂടിയിട്ടാണ് ഈ സ്ത്രീ ഞങ്ങളെ സ്വീകരിക്കുന്നത്. പുള്ളി പറഞ്ഞു നിങ്ങൾക്കിവിടെ താമസിക്കാം, ഭക്ഷണത്തിനും സ്റ്റേക്കും പൈസയൊന്നും വേണ്ടെന്ന് പറഞ്ഞു പുള്ളി. ഞങ്ങളുടെ ഈ ബാഗ് കാണുന്നുണ്ട്. അപ്പം പുറകിൽ എഴുതി വെച്ച് എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നതൊക്കെ പുള്ളി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇന്ന ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ക്ലിപ്പ് എൻ്റെ അടുത്തുണ്ട്. ഞങ്ങൾ അവരുമായിട്ട് ആ ഫാമിലി താമസിക്കുന്നതും അവരോട് ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞങ്ങളുടെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനുശേഷം പുള്ളി ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റൊക്കെ വിട്ട് ഇപ്പോഴും ഞങ്ങൾ കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, സാധാരണ ഒരു വ്യക്തി ഒരു 4000-5000 രൂപ കൊടുത്ത് താമസിക്കുന്ന 1 ഫുൾ ഡേ താമസിക്കേണ്ട അവസ്ഥയിൽ ഞങ്ങൾ 5 പൈസ പോലും മേടിക്കാതെ സ്വന്തം ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് ഞങ്ങളെ അന്ന് ഈ രാജൻ ചേട്ടനും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചേച്ചിയും 2 മക്കളും ഞങ്ങളോട് അത്ര സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങൾ പെരുമാറിയത്.
പിന്നെ നെക്സ്റ്റ് ഡേ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകണമെങ്കിൽ വീണ്ടും ഒരു സാധാരണ സംഭവിക്കുന്ന നാംജപസറ ഒരു ദിവസം താമസിച്ച് പിന്നെ അതിന് അക്ലമേറ്റൈസേഷൻ എന്ന് പറയും. കാരണം നമ്മുടെ ബോഡി ഒന്ന് അഡ്ജസ്റ്റ് ആണ് ക്ലൈമറ്റുമായിട്ട്. നാംജപസറ എത്തുമ്പോഴത്തേക്ക് ഒരു 10 ഡിഗ്രി ഒക്കെയാണ്, അതായത് അത്രയും തണുപ്പ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് ഡേ അക്ലമേറ്റൈസേഷൻ ചെയ്ത് ഒരു എന്നാ പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അതിന്. അതായത് നമ്മൾ അടുത്ത വലിയൊരു മലയെ കയറിയിട്ട് ഇറങ്ങണം നമ്മുടെ ബോഡി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് മാക്സിമം സ്പീഡ് കൊണ്ട് എത്തണം. അതായത് എത്രയും ഈ 15 ദിവസം എന്ന് പറയുന്നത് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. എത്രത്തോളം സ്പീഡ് നടന്നെത്താൻ പറ്റുമോ അത്രത്തോളം സ്പീഡ് നടക്കാം. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ വീണ്ടും എവറസ്റ്റ് ബേസ് ക്യാമ്പ് ലക്ഷ്യമായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇങ്ങനെ പറയും ഇവിടെ താമസിക്കണം, ഒരു 4 മണിക്കൂർ ട്രക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ മടുത്തായിരുന്നു. അപ്പോൾ താമസിക്കണം, വേണ്ട മുമ്പോട്ട് പോവാം. അങ്ങനെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഞങ്ങളിങ്ങനെ ഈ വഴിയിലുടനീളം ഞങ്ങൾ സംസാരിക്കുന്നതും ഇതേപോലെയുള്ള ഞങ്ങളുടെ ഈ ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെയാണ്. അതായത് ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് പറയും എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പറയുന്ന ഓരോരോ വ്യക്തികൾ കടന്നു വരുന്നത്. അതും നമ്മളോട് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ, നമ്മുടെ ക്രിസ്ത്യാനികൾ പോലും അല്ലെന്ന് ഓർക്കണം. ഇവർ സാധാരണ നമ്മുടെ തന്നെ കൂട്ടരെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, പക്ഷേ നമ്മുടെ കൂട്ടരാക്കി തീർക്കുവാണ് ദൈവം. അതായത് നമ്മൾ എവിടെ ചെല്ലുന്നോ അവിടെ അനുഗ്രഹമായിട്ട് നമുക്ക് നമ്മുടെ സംരക്ഷണമായിട്ടുണ്ടല്ലോ ഒത്തിരിയേറെ വ്യക്തികളുണ്ടായിരിക്കും. അപ്പം എന്താ പറയുക, ജമ്പിങ് ഇൻ ടു ദ അൺനോൺ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഇപ്പോഴത്തെ ഒരു ഫിലോസഫിയാണല്ലോ. ട്രക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെ പോകുന്ന ആൾക്കാർക്കൊരു മെൻറ്റാലിറ്റി, അത് ജമ്പിങ് ഇൻ ടു ദ അൺനോൺ. അപ്പം ഒത്തിരിയേറെ അപകടങ്ങളുണ്ടാകാം. പക്ഷേ ഞങ്ങൾ ഈ യാത്രയിൽ അനുഭവിച്ചത് മൊത്തം ഈ പറയുന്ന സംരക്ഷണം തന്നെയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം, ദൈവത്തിൻ്റെ സംരക്ഷണം എന്നൊക്കെ പറയത്തില്ലേ, അത് ജപമാലയുടെ ശക്തിയും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും ഈ ത്രൂ ഔട്ട് ദ ജേർണി ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. ഒരു ദിവസം 4 മണിക്കൂർ സാധാരണ ട്രക്ക് ചെയ്യാറുള്ളൂ. പക്ഷേ ഞങ്ങൾ 3 ദിവസം കൊണ്ട് ഞങ്ങൾ ഗോർഷേപ്പിലെത്തി താമസിച്ച് നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പിന്നെ ട്രക്ക് ചെയ്യുന്നത്. ഏത് കാര്യം ചിന്തിച്ചിട്ട് മുമ്പോട്ട് ഇറങ്ങി തിരിച്ചോ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഇല്ലേ. അപ്പോൾ ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കുറേ നേരം അവിടെ ചിലവഴിച്ചു.